നോക്കൂ, ആ നിന്ന് പൊറോട്ട അടിക്കുന്നത് ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അപ്പുറത്തേക്ക് നോക്കൂ, അവിടെ നിന്ന് പാത്രം കഴുകുന്നത് ത്രിപുരയിലെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. എം.എ. ബേബി സാറേ, വീടുകൾ കയറി പാത്രം കഴുകലാണോ താങ്കളുടെ ഇപ്പോഴത്തെ ജോലി? എനിക്ക് എം.എ. ബേബി സാറിനെ പറ്റിയുള്ള ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എം.എ. ബേബി സാർ. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു മന്ത്രിയായിരുന്നു എം.എ. ബേബി സാർ. ഇപ്പോൾ CPM-ന്റെ ദേശീയ സെക്രട്ടറിയാണ്. ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമായി നിങ്ങൾ വീടുകൾ കയറി പാത്രം കഴുകി കൊടുത്താലും, വെള്ളം കോരി കൊടുത്താലും, പാചകം ചെയ്താലും, കിണറിനുള്ളിൽ ഇറങ്ങിയാലും, ഇനി വീട്ടുജോലികൾ ചെയ്താലും, പോച്ച ചെത്തി കളഞ്ഞാലും, ഇതൊക്കെ കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? കേരളത്തിലെ ജനങ്ങളെ, വിദ്യാസമ്പന്നരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ അത്രയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണോ? കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങളോടുള്ള സമീപനം മാറാൻ പോകുന്നില്ല. കാരണം കേരളത്തിലെ ജനങ്ങളെല്ലാം കഴിഞ്ഞ 10 വർഷം കൊണ്ട് കണ്ടവരാണ്. അത് അവർ കണ്ട് മനസ്സിലാക്കിയവരാണ്. ജനങ്ങൾക്ക് നിങ്ങളോടുള്ള സമീപനം മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വീട് കയറി സമയം കളയാതെ നിങ്ങളുടെ നേതാക്കന്മാരെ, നിങ്ങളുടെ പ്രവർത്തകരെയും AKG സെന്ററിലേക്ക് വിളിച്ചിട്ട് ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി: ജനങ്ങളോടുള്ള പ്രവർത്തനം, ജനങ്ങളോടുള്ള സമീപനം, ജനങ്ങളോടുള്ള പെരുമാറ്റം മാറ്റുക എന്നുള്ളത്. എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. പ്രതിഷേധിക്കുന്നവരെ അടിച്ചൊതുക്കി, തല്ലിക്കൂട്ടി, തലയും തല്ലി പൊളിച്ചിട്ട് ഇത് രക്ഷാപ്രവർത്തനമാണെന്ന് സ്റ്റേജിൽ കയറി നിന്ന് വീമ്പിളക്കിയ ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. ഈ പ്രവർത്തനം ഒന്നും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നില്ല. കേരളത്തിൽ നിങ്ങൾക്ക് ഇനിയും ജയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ പെരുമാറ്റം മാറ്റുക, നിങ്ങളുടെ പ്രവർത്തകരുടെ പെരുമാറ്റം മാറ്റുക, നിങ്ങളുടെ നേതാക്കന്മാരുടെ അഹങ്കാരം കുറച്ച് കുറയ്ക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് താഴ്മയെ അപേക്ഷിക്കാനുള്ളത്, വീട് വീടാന്തരം കയറി പാത്രം കഴുകി സമയം കളയാതെ നിങ്ങളുടെ നേതാക്കന്മാരെ ഉപദേശിച്ചൊന്ന് നന്നാക്കാൻ നോക്കൂ. ഉപദേശിച്ചാലൊന്നും നന്നാവാൻ പോകുന്നില്ല. കാരണം തുടർ ഭരണത്തിൻ്റെയും 10 കൊല്ലം അടുപ്പിച്ച് ഭരണം കിട്ടിയതിൻ്റെയും അഹങ്കാരം നിങ്ങളുടെ നേതാക്കന്മാരുടെയും നിങ്ങളുടെ പ്രവർത്തകരുടെയും തലയിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. ഈ അധികാരത്തിന്റെ തലക്കനം പോകുന്നൊരു സമയം ഉണ്ടാവും. അന്നേ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, ഒരുപാട് വൈകിപ്പോവും. ബംഗാളും ത്രിപുരയും ഒന്നും നിങ്ങളുടെ മനസ്സിൽ നിന്നും മായും എന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾ എല്ലാം കാണുന്നവരാണ്, എല്ലാം മനസ്സിലാക്കുന്നവരാണ്. ഇന്ന് ടെക്നോളജിയും സോഷ്യൽ മീഡിയയും ഇത്രയും വളർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണിക്കുന്ന ചെറിയ ഒരു കാര്യം പോലും ജനങ്ങളിലേക്ക് അന്നേരം തന്നെ എത്തും എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. തമാശയായിട്ട് പണ്ട് പറഞ്ഞു കേട്ട ഒരു കഥയുണ്ട്. ഒരു കടയിലേക്ക് CPM പ്രവർത്തകർ പിരിവിനായിട്ട് ചെല്ലുമ്പോൾ ആ കടക്കാരൻ പറയും, ഞാൻ ഒരു പിരിവും തരാൻ പോകുന്നില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത്. അപ്പോൾ ആ പിരിവിന് ചെന്നവർ പറയും, ഞാൻ ജില്ലാ സെക്രട്ടറിയാണ്, എനിക്ക് പൈസ തന്നേ പറ്റത്തുള്ളൂ എന്ന് ദാഷ്ട്യത്തോടെ പറയുമ്പോൾ ആ കടക്കാരൻ വളരെ തമാശയായി ഇതെടുത്തിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട്, അങ്ങോട്ട് കടയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ദേ നോക്കൂ, ആ നിന്ന് പൊറോട്ട അടിക്കുന്നത് ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അപ്പുറത്തേക്ക് നോക്കൂ, അവിടെ നിന്ന് പാത്രം കഴുകുന്നത് ത്രിപുരയിലെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്നുള്ള തമാശയായിട്ടുള്ള ഒരു കാര്യം ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. ഇനിയും നിങ്ങൾ ആ ലെവലിലേക്ക് എത്താതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുക. നിങ്ങളുടെ നേതാക്കന്മാരുടെ പെരുമാറ്റം ഒന്നും മാറ്റാൻ നോക്കുക. വീട്ടുജോലികൾ ചെയ്യുന്നതോ പാത്രം കഴുകുന്നതോ മോശം കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ വോട്ടിന് വേണ്ടി ഒരു വീട്ടിൽ കയറി ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വളരെ അധപ്പതിച്ച കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.